5 ലക്ഷം രൂപ വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലേക്ക് മേടിച്ചുകൊണ്ടിരുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ അതവിടെ നിൽക്കുന്നു. പിന്നെ മാത്രമല്ല, SFIയുടെ കുറ്റപത്രം വായിച്ചാൽ വളരെ കൃത്യമായിട്ട് അതിനകത്ത് വീണ തൈക്കണ്ടിയുടെ ഇതിനകത്തുള്ള റോളിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം പലതരത്തിലുള്ളത് ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസവും ഞാൻ ഷോൺ ജോർജിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ഇത്രമാത്രം ഇവർക്ക് പരിലാളനം നൽകിക്കൊണ്ടിരിക്കുന്നത്? GSTയുടെ ഇത് പ്രകാരം ഇപ്പം എന്താ പ്രശ്നം? ചെയ്യാത്ത സേവനത്തിന് കരിമണൽ കർത്തയ്ക്ക് GST റേസ് ചെയ്തിരിക്കും, ഇൻവോയ്സ് റേസ് ചെയ്തിരിക്കാം. അത് വീണ തൈക്കണ്ടിയിൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എക്സാലോജിക്കിൻ്റെ പേരിൽ GST അടച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ ചെയ്യാത്ത സേവനത്തിന് അവർ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുണ്ട്. GST നിയമപ്രകാരം എന്താ 132C ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകം പ്രകാരം ചെയ്യാത്ത സേവനത്തിന് ഒരു GST ഇമ്പോർട്ട് ഒരു ടാക്സബിൾ ഇൻവോയ്സ് റേസ് ചെയ്താൽ അത് GST നിയമപ്രകാരം കുറ്റകരമാണ്. അത് അവരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് പിഴ ഉണ്ടാവാം. ഇനി അതൊരു വേറൊരു പ്രശ്നമുണ്ട്. ഈ GST ഇൻവോയ്സിലുള്ള GST ഇൻപുട്ട് ഉണ്ടല്ലോ, കോമ്പണന്റ് ഉണ്ടല്ലോ, അത് ഈ പറയുന്ന മറ്റേ കമ്പനി അവരുടെ മുഴുവനായിട്ടുള്ള റിട്ടേൺസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. 5 വർഷത്തിന് മേൽ തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ വീണ വിജയൻ കരിമണൽ കർത്തയുടെ പേരിൽ റേസ് ചെയ്തിരിക്കുന്ന GST ഇൻവോയ്സിൽ ഉള്ള GST കമ്പോണന്റ് ശശിധരൻ കർത്തയുടെ കമ്പനി CMRL ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ GST നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ് 5 വർഷത്തിന് മേൽ. എന്തുകൊണ്ടാണ് ആ GST തട്ടിപ്പിന്റെ പേരിൽ വീണ വിജയനെതിരെ തൈക്കണ്ടിക്കെതിരെ ഇതുവരെ കേസെടുക്കാത്തത്? അപ്പോൾ പല രീതിയിലുള്ള കുറ്റകൃത്യം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അത്. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ശ്രമങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് SFIയുടെ കുറ്റപത്രം വായിച്ചാൽ നമുക്ക് ലഭ്യമാവുക. അത് തീർച്ചയായിട്ടും അടുത്ത 2 ദിവസം കൂടി അവർക്ക് ഒരുപക്ഷെ അവർക്ക് ആശ്വാസം എന്നൊക്കെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ.